അമേരിക്കയ്ക്ക് നേരെ ഇറാന്റെ ആക്രമണം തുടരുന്നു. അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടേ പിന്മാറുകയുള്ളൂ എന്ന വാശിയിലാണ് ഇറാൻ. കുവൈറ്റ് വ്യോമാതിർത്തിയിൽ വെച്ച് ഒരു അമേരിക്കൻ F-5 യുദ്ധവിമാനം തകർന്നു വീണു. AIM-104 പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നുള്ള മിസൈൽ ഏറ്റാണ് വിമാനം തകർന്നതെന്ന് സൂചന. വിമാനം തകർത്തത് തങ്ങളാണെന്ന് ഇറാൻ അവകാശപ്പെട്ടു. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അമേരിക്ക ഇതുവരെയ്ക്കും തങ്ങളുടെ അഭിമാനമായ വിമാനം തകർന്നത് ഇറാൻ കാരണമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപൂർവ സാഹചര്യങ്ങളിൽ റഡാറിലെ ആശയക്കുഴപ്പം, വിമാനത്തെ തിരിച്ചറിയുന്നതിലെ പിഴവ്, അല്ലെങ്കിൽ ആശയവിനിമയ തകരാറുകൾ എന്നിവ കാരണം സ്വന്തം വിമാനങ്ങളെ ശത്രു വിമാനമായി തെറ്റായി കണക്കാക്കാറുണ്ട്. അങ്ങനെയാണ് തകർന്നു വീണത് എന്നാണ് അമേരിക്ക തങ്ങളുടെ അഭിമാനം നിലനിർത്താൻ വേണ്ടി പറയുന്നത്. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ മീന അൽ അഹമ്മദ് റിഫൈനറിക്ക് ഉള്ളിലാണ് വീണതെന്ന് കുവൈറ്റ് ഇൻ്റഗ്രേറ്റഡ് പെട്രോളിയം ഇൻഡസ്ട്രീസ് കമ്പനി അറിയിച്ചു. അപകടത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനം തകരുന്നതിന് മുമ്പ് പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ച് പുറത്ത് കടന്നതായി റിപ്പോർട്ടുണ്ടെങ്കിലും പൈലറ്റിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വരാനിരിക്കുന്നതേയുള്ളൂ. ഭീകര സംഘടനകളും അത്തരം സംഘടനകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നവരും വിദേശത്തുള്ള US പൗരന്മാരെ ആക്രമിക്കാൻ ലക്ഷ്യമിടുന്നുവെന്ന് ബഹ്റൈനിലെ US എംബസി മുന്നറിയിപ്പ് നൽകി. മനാമയിലെ ഹോട്ടലുകൾ ആക്രമിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് നിർദ്ദേശിച്ചു. ഭീകര സംഘടനകൾ ബഹ്റൈനിൽ ആക്രമണങ്ങൾക്കായി ഇപ്പോഴും പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തന്നെ ഭീകരർ ആക്രമണം നടത്തിയേക്കാമെന്നും എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ള യുദ്ധം പ്രഖ്യാപിച്ചു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ മിസൈൽ വർഷം തന്നെ ഉണ്ടായി. തിരിച്ചടിക്കാൻ ഇസ്രായേൽ സൈന്യം വ്യോമ അതിർത്തി ഉപയോഗിക്കുകയും തങ്ങളുടെ വ്യോമസേനയെ ഉപയോഗിച്ച് ലെബനനിലെ മനുഷ്യാവകാശ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഹിസ്ബുള്ള യുദ്ധത്തിന് ഒരുങ്ങിയെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു. ഇനി തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളതാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം. അതേസമയം സൗദി അറേബ്യയിലെ അറോങ്കയിലെ ടാനൗറ റിഫൈനിങ് കേന്ദ്രത്തിന് നേരെ ഇറാൻ ശക്തമായ ആക്രമണം നടത്തി. ഇന്ന് രാവിലെയാണ് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. അവിടെ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആമസോൺ ക്ലൗഡിൻ്റെ ബഹ്റൈനിലെയും UAEയിലെയും ഡേറ്റാ സെൻ്ററുകൾക്ക് കണക്ടിവിറ്റി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇറാൻ്റെ ആക്രമണത്താൽ. ഗൾഫിലാകമാനം വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, റെസിഡൻഷ്യൽ മേഖലകൾ എന്നിവയ്ക്ക് നേരെ ഇറാൻ്റെ ആക്രമണം തുടരുകയാണ്. സംഘർഷ മേഖലകളിൽ പ്രത്യേക നോർക്ക ഹെൽപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും കീഴടങ്ങില്ല എന്ന ശക്തമായ സൂചനയിലാണ് ഇറാൻ. കീഴടങ്ങാൻ തങ്ങൾക്ക് പറ്റില്ല. കീഴടങ്ങുക എന്നുള്ളത് തങ്ങളുടെ നയമല്ല. ഒന്നുകിൽ യുദ്ധം, അല്ലെങ്കിൽ മരണം. അതാണ് ഇറാൻ ഇപ്പോൾ കൈക്കൊള്ളുന്ന നയം. ഒന്നുകിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ മരിക്കുക. ഈ നയമാണ് അമേരിക്കയെ വെട്ടിലാക്കിയിരിക്കുന്നത്. ഖൊമൈനിയെ വധിച്ചതോടുകൂടി ഇറാൻ്റെ പതനം പൂർത്തിയായി എന്ന് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു. ഖൊമൈനിയെ വധിച്ചതിന് ശേഷം IRGCയുടെ ആസ്ഥാനവും അമേരിക്ക തകർത്തിരുന്നു. പാമ്പിൻ്റെ പത്തി താഴ്ത്തി എന്നാണ് ഈ യുദ്ധത്തെക്കുറിച്ച് അമേരിക്ക പറഞ്ഞത്.
പക്ഷേ പാമ്പിൻ്റെ പത്തി പരമാവധി ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. യുദ്ധം ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണം അത് അമേരിക്കയ്ക്ക് ഫലപ്രദമായി ചെറുക്കാൻ സാധിക്കുന്നില്ല. അതേസമയം തന്നെ ഇസ്രായേലിലേക്കും ഒരേ സമയം ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. ഇവിടെ ചോദ്യം ചെയ്യുന്നത് റഷ്യ, ചൈന എന്നീ രണ്ട് രാജ്യങ്ങളുടെ നിലപാടാണ്. റഷ്യയും ചൈനയും ഇറാനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഇറാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കൃത്യസമയത്ത് അവിടെയും ഇവിടെയും തൊടാത്ത വൃത്തികെട്ട നയമാണ് റഷ്യയും ചൈനയും സ്വീകരിച്ചത്. ഒറ്റയ്ക്ക് നിന്ന് വൻ ശക്തികളോട് എതിരിടേണ്ട അവസ്ഥ ഇറാന് ഉണ്ടാക്കിയ ശേഷം ഇവർ അന്തസ്സായി മുങ്ങിയിരിക്കുന്നു. എന്തായാലും യുദ്ധം തുടരുകയാണ്. അമേരിക്കയുടെ അഭിമാന യുദ്ധവിമാനം ഇറാൻ വെടിവെച്ചിട്ടു. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഖൊമൈനി മരിച്ചിട്ടും ഇറാൻ്റെ ഭരണ സംവിധാനത്തിൽ ഒരു കുഴപ്പവും വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയം. അടുത്ത അനന്തരാവകാശി വന്നു കഴിഞ്ഞു. മസൂദ് പെസഷ്കിയാൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നുണ്ട്. ഇറാൻ പ്രതിരോധ മന്ത്രി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും ഇറാൻ അതിവേഗം മറ്റൊരു ഭരണകൂടം ഉണ്ടാക്കിയിരിക്കുന്നു. അതിനർത്ഥം ഇറാൻ്റെ ഭരണകൂടത്തെ തകർക്കാൻ കഴിയില്ല എന്നാണ്. ഇറാൻ്റെ ഭരണകൂടം സുശക്തമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഖൊമൈനിയുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇറാൻ്റെ തെരുവുകളിൽ ഇറങ്ങിയത്. അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകണമെന്ന് അവർ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഖൊമൈനിയെ വധിച്ചത് എന്നുള്ള ചോദ്യത്തിന് അമേരിക്കയ്ക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഖൊമൈനി എന്ന വയോവൃദ്ധനെ അമേരിക്ക ഭയക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഫോടനാത്മകമായ വചനങ്ങളെ, അദ്ദേഹത്തിൻ്റെ സ്ഫോടനാത്മകമായ വാക്കുകളെ അമേരിക്ക ഭയക്കുന്നു. ഒരു ചതിയാണ് അമേരിക്ക ചെയ്തത്. ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ആണവായുധങ്ങൾ ഇല്ലാതാക്കാനുള്ള ചർച്ച നടക്കാൻ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇറാനെ കയറി ആക്രമിച്ചത്. ഇറാൻ ഒരിക്കലും ആ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. ചർച്ചകൾക്ക് ശേഷം ഒരു യുദ്ധമുണ്ടാകും എന്ന് ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഒരു യുദ്ധം, അത് ചതിയാണ്. അത് മഹാഭാരതത്തിൽ പറയുന്നെങ്കിൽ കർണനെ അർജുനൻ വീഴ്ത്തിയ ചതി. കർണൻ തേര് താങ്ങാൻ പോയപ്പോഴാണല്ലോ, തേര് ചെളിയിൽ പൊതിഞ്ഞപ്പോഴാണല്ലോ അർജുനൻ അമ്പെയ്ത് കർണനെ കൊന്നത്. അതുപോലെ ഖൊമൈനിയെ വധിച്ചു കളഞ്ഞു ചതിയിലൂടെ അമേരിക്കയും ഇസ്രായേലും. പക്ഷേ ഓരോ തുള്ളി ചോരയ്ക്കും 1000 പേർ ഉയരുന്നു എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഖൊമൈനിയുടെ അനുചരന്മാർ, ഖൊമൈനിയുടെ പിൻഗാമികൾ അമേരിക്കയ്ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുകയാണ്. ഇനി ഇറാനിൽ പാവ സർക്കാർ അമേരിക്ക സ്ഥാപിച്ചാൽ തന്നെ അവിടുത്തെ യുദ്ധം തീരില്ല, അവിടുത്തെ അശാന്തി തീരില്ല. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും. ഇറാനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ, അവർ യുദ്ധം തുടരും. ഇറാനെ സ്നേഹിക്കുന്ന IRGC, അവർ യുദ്ധം തുടരും. എന്തായാലും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അവരുടെ അഭിമാന യുദ്ധവിമാനം തകർത്തിരിക്കുന്നു ഇറാൻ. ബാക്കി യുദ്ധ വിവരങ്ങൾ പൊളിറ്റിക്സ് കേരള കൃത്യമായി പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്.